നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കാനായി ഇറാൻ ഗൂഢമായൊരു പദ്ധതി തയ്യാറാക്കിയതായി കഴിഞ്ഞ ദിവസങ്ങളിലാണ് വാർത്ത പുറത്തു വന്നത്. ഇക്കാര്യം അമേരിക്കൻ സർക്കാരിനെ അറിയിച്ചത് ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദായിരുന്നു. ഇതിൻ്റെ എല്ലാ വിശദാംശങ്ങളും മൊസാദ് അമേരിക്കൻ ഭരണകൂടത്തെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ ഒരു ആധികാരികത ഇനിയും കൈവന്നിട്ടില്ല എങ്കിൽ പോലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ആകെ ദേഷ്യത്തിലാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചൊരു കുറിപ്പാണ് ഇപ്പോൾ ഏറെ ശ്രദ്ധേയമാകുന്നത്. അദ്ദേഹം പറയുന്നത്, ഇറാൻ എന്നെ വധിക്കുകയാണെങ്കിൽ, അത് എനിക്കെന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ പിന്നെ ഞങ്ങൾ ഇറാനെ കത്തിച്ച് കളയും എന്നാണ് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ ട്രംപ് ഭീഷണി മുഴക്കുന്നത്. അദ്ദേഹം പറയുന്നത് 1000-ഓളം മിസൈലുകൾ തങ്ങൾ ഇപ്പോഴേ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്, അവ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഏത് നിമിഷം വേണമെങ്കിലും ഇത് ഇറാന് നേർക്ക് പ്രയോഗിക്കാനുള്ള 1000 മിസൈലുകൾ തങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കൂടാതെ ഇനിയും ഒരുപാട് മിസൈലുകൾ തങ്ങളുടെ കൈവശമുണ്ട്. എങ്കിലും ഈ 1000 മിസൈലുകൾ കൊണ്ട് തന്നെ ഇറാനെ ഒരു പാഠം പഠിപ്പിക്കാം എന്ന രീതിയിലാണ് ട്രംപ് ഭീഷണി മുഴക്കിയിരിക്കുന്നത്. അതേസമയം ട്രംപ് പറയുന്നത് ഇറാൻ ട്രംപിനെ വധിക്കാനായി നീക്കം നടക്കുന്നതായി ഇസ്രായേൽ തങ്ങളെ അറിയിച്ചിട്ടില്ല എന്നാണ്. അപ്പോൾ എന്താണെങ്കിലും ഇതിൽ കുറച്ച് കാര്യമുണ്ട് എന്ന് തന്നെ കരുതേണ്ടി വരും. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇറാന് നേർക്ക് അമേരിക്ക നടത്തിയത് അതിരൂക്ഷമായ ആക്രമണമായിരുന്നു. സമാധാന ഉടമ്പടി ഇല്ലാതായിരിക്കുന്നു എന്നൊക്കെ തന്നെ ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ആദ്യം ഇറാൻ ചെയ്ത് ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നു പോവുകയായിരുന്ന കപ്പലുകളെ ആക്രമിക്കുകയായിരുന്നു. ഇതിന് തിരിച്ചടിയായിട്ടാണ് അമേരിക്ക അതിരൂക്ഷമായ രീതിയിൽ ഇറാനെ ആക്രമിച്ചത്. ഇതുകൂടാതെ ഇനിയും തങ്ങൾ ആക്രമണത്തിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഈ ട്രംപിൻ്റെ പ്രഖ്യാപനം ചില സൂചനകൾ നൽകുന്നു എന്നുള്ള കാര്യവും ഉറപ്പാണ്. കാരണം ഒരുപക്ഷേ ഇവർ അയത്തുള്ള അലി ഖമേനിയുടെ വിലാപയാത്രയും അദ്ദേഹത്തിൻ്റെ സംസ്കാരവും കഴിയുന്നത് വരെ ഇതിനായി കാത്തിരിക്കുകയായിരുന്നു എന്ന് തന്നെ വേണം കരുതാൻ. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടന്നത്. എങ്കിലും ഖമേനിയുടെ സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട് അതിനിടയിൽ എന്തെങ്കിലും ഒരു ആക്രമണം നടന്നാൽ അത് അറബ് രാജ്യങ്ങളുടെ വിരോധം സമ്പാദിക്കാനേ സഹായിക്കൂ എന്നുള്ള തിരിച്ചറിവിൽ നിന്ന് തന്നെ ആയിരിക്കാം അമേരിക്ക അത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്താത്തത്. അതിനിടയിൽ ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു വിവരം, ഇറാന് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുന്ന തരത്തിൽ ഇറാനെ സഹായിക്കുന്ന പല വ്യക്തികളുടെയും സമ്പാദ്യങ്ങളും സ്വത്തുക്കളുമൊക്കെ അമേരിക്കയുടെ കൈവശമുള്ളത് മരവിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് അവർ പോകാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നാണ്. അതായത് ഇറാനിൽ ഇപ്പോഴത്തെ പരമോന്നത മത നേതാവായ മുസ്തഫ ഖമേനിയെ വലിയ തോതിൽ സഹായിക്കുന്ന, പ്രത്യേകിച്ച് സാമ്പത്തികമായി സഹായിക്കുന്ന വലിയ ചില വ്യവസായികളുടെ സ്വത്തുക്കൾ, അവരുടെ ബാങ്ക് അക്കൗണ്ട് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും തന്നെ മരവിപ്പിക്കാൻ അമേരിക്കൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ്. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർക്ക് എണ്ണ വിൽപ്പനയൊക്കെ തന്നെ മുടങ്ങിയിരിക്കുന്ന ഒരു കാലമാണ്. ഇറാൻ എണ്ണ കൊണ്ട് സമൃദ്ധമായ രാജ്യമാണ്, അത് വിറ്റ് ഒരുപാട് ധനം അവർക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണുള്ളത്. അപ്പോൾ ഈ ഒരു സാഹചര്യം മുതലെടുത്തുകൊണ്ടാണ് ഇറാനെ സഹായിക്കുന്ന, ഇറാനിലെ പരമോന്നത നേതാവിനെ സഹായിക്കുന്ന വ്യക്തികളുടെയൊക്കെ തന്നെ അക്കൗണ്ടുകൾ മരവിപ്പിക്കാനും അവരുടെ സാമ്പത്തിക ഇടപാടുകൾ ഇല്ലാതാക്കാനുമൊക്കെ തന്നെ അമേരിക്ക ശ്രമം ആരംഭിച്ചിരിക്കുന്നത്. ഏതായാലും പശ്ചിമേഷ്യയിൽ ഇപ്പോഴും സംഘർഷാവസ്ഥ തന്നെയാണ് നിലനിൽക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ തന്നെ വീണ്ടും ആളുകൾക്കിടയിൽ ഭീതി വിതയ്ക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ വീണ്ടും മുന്നോട്ട് പോകുന്നത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ഗൾഫ് രാജ്യങ്ങളിലെ താവളങ്ങൾക്ക് നേർക്ക് ഇറാൻ നടത്തുന്ന ആക്രമണങ്ങൾക്ക് ശക്തമായ തിരിച്ചടി നൽകണം എന്നുള്ളത് അവരുടെ ഒരു ദൃഢനിശ്ചയമാണ്. ഒപ്പം ട്രംപിനെ വധിക്കാൻ ഇറാൻ പദ്ധതി തയ്യാറാക്കി എന്നുള്ള വാർത്ത ശരിക്കും അമേരിക്കൻ ഭരണകൂടത്തെ ഞെട്ടിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ ഇപ്പോൾ ട്രംപിൻ്റെ സുരക്ഷയും ശക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം തുർക്കിയിൽ നടന്ന നാറ്റോ ഉച്ചകോടിയിൽ പങ്കെടുത്ത് മടങ്ങുന്ന വേളയിൽ അദ്ദേഹം ഈയിടെയായി അദ്ദേഹത്തിന് ഖത്തർ രാജകുടുംബം സമ്മാനമായി നൽകിയ വിമാനം അത് പുതുക്കിപ്പണിത് എയർഫോഴ്സ് വണ്ണായിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എങ്കിലും അത് മാറ്റി പണ്ട് ഉപയോഗിച്ചിരുന്ന പഴയ വിമാനം തന്നെയാണ് വീണ്ടും ഉപയോഗിച്ചത്. കാരണം ഈ വിമാനത്തിന് കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങളുണ്ട്. ആ വിമാനത്തിലാണ് അദ്ദേഹം തുർക്കിയിൽ നിന്ന് തിരികെ അമേരിക്കയിലേക്ക് എത്തിയത് എന്നുള്ളതൊക്കെ തന്നെ ഈ ഒരു ദിശയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഏതായാലും ഇറാൻ സർവ്വശക്തിയും എടുത്ത് ട്രംപിനെ വധിക്കാനുള്ള ഒരു നീക്കത്തിലാണ്. ഇതിന് ഇറാനെ പ്രകോപിപ്പിച്ച ഏറ്റവും വലിയ സംഭവം, ട്രംപ് ആദ്യം പ്രസിഡൻ്റായിരുന്ന കാലഘട്ടത്തിൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിൻ്റെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക വിഭാഗത്തിൻ്റെ തലവനെ അന്ന് അമേരിക്ക വധിച്ചിരുന്നു. അന്ന് തന്നെ അവർ പ്രതിജ്ഞ എടുത്തതാണ് ട്രംപിനെ ഞങ്ങൾ വധിക്കുമെന്ന്. ഒരുപക്ഷെ അതിൻ്റെയൊക്കെ വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും ഇപ്പോഴും ആ പക അവർ മനസ്സിൽ സൂക്ഷിക്കുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ അയത്തുള്ള അലി ഖമേനിയെയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെയും അടുത്ത അനുയായികളെയൊക്കെ തന്നെ അമേരിക്ക വധിച്ചത്. അതോടുകൂടി ഇറാൻ്റെ പക വീണ്ടും വർദ്ധിക്കുക, അങ്ങനെ എന്ത് വില കൊടുത്തും ട്രംപിനെ വധിക്കാനുള്ള പദ്ധതികൾ അവർ ആവിഷ്കരിക്കാൻ തയ്യാറായി ഇറങ്ങിയത്. പക്ഷേ ഇതെല്ലാം തന്നെ ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദ് ചോർത്തി അമേരിക്കയ്ക്ക് നൽകുകയായിരുന്നു. അതുകൊണ്ട് തന്നെയായിരിക്കാം ഒരുപക്ഷെ ഡൊണാൾഡ് ട്രംപ് കഷ്ടിച്ച് ഈ ഒരു ദൗത്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്.